ലക്ഷദ്വീപിലെ അഗത്തി വിമാനത്താവളത്തിൽ മലയാളികൾ കുടുങ്ങി. മുന്നറിയിപ്പില്ലാതെ വിമാനം റദ്ദാക്കിയതാണ് പ്രതിസന്ധിയായത്. വിമാന കമ്പനി പകരം സംവിധാനം ഒരുക്കിയിട്ടില്ല എന്ന് യാത്രക്കാർ പറഞ്ഞു. ഞങ്ങളൊരു 70 പേര് ലക്ഷദ്വീപിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അഗത്തി എയർപോർട്ടിലാണ് കുടുങ്ങിക്കിടക്കുന്നത്. അലയൻസ് എയറിന്റെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയതാണ് മെയിൻ ആയിട്ടുള്ള കാരണം. ടെക്നിക്കൽ ഇഷ്യൂ കാരണമാണ് ക്യാൻസൽ ആയിരിക്കുന്നതാണ് പറഞ്ഞത്. കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളിൽ 50% കൂടുതൽ പ്രായമായ ആൾക്കാരാണ്. ഇൻസുലിൻ എടുക്കുന്നവരുണ്ട്, മരുന്ന് കഴിക്കുന്നവരുണ്ട്, ഷുഗർ പേഷ്യൻസ് ഉണ്ട്, പ്രഷർ പേഷ്യൻസ് ഉണ്ട്. ഫൈനൽ കൺഫർമേഷൻ അനുസരിച്ചിട്ട് ഇവിടുത്തെ മാനേജറാണെങ്കിൽ ഒരു അക്ഷരം മിണ്ടുന്നില്ല. നമ്മൾ വെറുതെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുക പുള്ളിനെ ഉപദ്രവിക്കാൻ വേണ്ടി. എയർപോർട്ട് കുടുങ്ങിയിരിക്കുകയാണ്. ഇവിടെ യാതൊരു ഫെസിലിറ്റീസും തരുന്നില്ല. എപ്പോൾ പോവും, എന്ന് പോവും ഒന്നും ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് അതോറിറ്റീസ് അടിയന്തരമായി ഇതിനെ ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിതിൻ അംബുജനാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. നിതിന്, ഈ അഗത്തി വിമാനത്താവളം ചെറിയ വിമാനത്താവളമാണ്. മറ്റ് വലിയ വിമാനങ്ങൾക്ക് ഇറങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് ഈ അലയൻസ് എയറിൻ്റെ ആ ചെറിയ വിമാനം പോലുള്ള വിമാനങ്ങൾ മാത്രമേ അവിടെ ഇറങ്ങാൻ കഴിയുകയുള്ളൂ. ഈ പ്രശ്നം എപ്പോൾ പരിഹരിക്കപ്പെടുമെന്ന് അധികൃതർ അറിയിക്കുന്നുണ്ടോ നിതിൻ? എപ്പോൾ പരിഹരിക്കപ്പെടുമെന്നുള്ളൊരു യാതൊരു ഉത്തരവും തന്നെ വിമാന കമ്പനി അധികൃതർ നൽകിയിട്ടില്ല. നേരത്തെ ഉന്മേഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ അലയൻസ് വിമാനങ്ങൾ പോലുള്ള ചെറിയ വിമാനങ്ങൾ മാത്രമാണ് അവിടെ ഇറങ്ങുക. അതുകൊണ്ട് തന്നെ ഇത്തരം വിമാനങ്ങൾ മാത്രമാണ് ഈ യാത്രക്കാർക്കുള്ള ആശ്രയം. ലക്ഷദ്വീപിലെ അഗതിയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള വിമാനം റദ്ദാക്കിയതോടെയാണ് ഈ 50ഓളം യാത്രക്കാർ കുടുങ്ങിയത്. അലയൻസ് വിമാന കമ്പനിയുടെ വിമാനമാണ് റദ്ദാക്കിയത്. ഇന്നലെ രാവിലെ 10 തന്നെ അഗതിയിൽ നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെടേണ്ട വിമാനം സാങ്കേതിക തകരാർ പറഞ്ഞ് പിന്നീട് റദ്ദാക്കുകയായിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ 10 തന്നെ വിമാനം പുറപ്പെടുമെന്ന് ആദ്യം അറിയിച്ചു. അതും പിന്നീട് റീഷെഡ്യൂൾ ചെയ്ത് വൈകിട്ട് 3:30 പുറപ്പെടുമെന്നായിരുന്നു അറിയിച്ചത്. പക്ഷേ അതും റദ്ദാക്കിയതോടുകൂടിയാണ് ഈ യാത്രക്കാർ ഒന്നാകെ തന്നെ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഈ വിമാന കമ്പനി ഇത്തരം സാഹചര്യങ്ങളിൽ അവർക്കുള്ള താമസവും ഭക്ഷണവും ഒക്കെ തന്നെ ഒരുക്കാറുണ്ട്. പക്ഷേ ഇത്തവണ ഈ ഒരു കുടുങ്ങിയ യാത്രക്കാർക്ക് അങ്ങനെ ഒരു യാതൊരു സൗകര്യവും ഒരുക്കി കൊടുത്തിട്ടില്ല. അത് വലിയ പ്രതിസന്ധിയിലേക്ക് പോയിരുന്നു. ഒരു ഏജൻസി മുഖേനയാണ് ഏതാണ്ട് ഈ 50ഓളം ഈ മലയാളികളായ ആളുകൾ ലക്ഷദ്വീപിലേക്ക് വിനോദസഞ്ചാരത്തിന് പോയത്. ഈ മാസം 21 ലക്ഷദ്വീപിൽ എത്തിയത്. ഈ ഏജൻസിയുടെ ഈ യാത്ര കാലാവധി ഇന്നലെ കഴിഞ്ഞു. അതിനുശേഷം പിന്നീട് അവർ നാട്ടിലേക്ക് മടങ്ങാനിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഏറ്റവും ഒരു പ്രതിസന്ധി ഉണ്ടായത്. അതിനുശേഷം പിന്നീട് ഇവർ സ്വന്തം പോക്കറ്റിൽ നിന്നും പണം നൽകിയാണ് അവർ താമസ സൗകര്യമൊക്കെ തന്നെ ഏർപ്പാടാക്കിയത്. പക്ഷേ ഇന്നും ഇത്തരത്തിൽ വിമാന കമ്പനി ആ വിമാനം റദ്ദാക്കിയതോടെ തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. യാത്രക്കാരുടെ പ്രതിഷേധം ഇപ്പോൾ അഗത്തി വിമാനത്താവളത്തിൽ നടക്കുകയാണ്. വിമാനത്താവളം വൈകിട്ട് അടക്കുന്നൊരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ വിമാനത്താവളത്തിൽ നിന്നും പുറത്തേക്ക് പോകണം, അവിടുന്ന് ഒഴിഞ്ഞു പോകണമെന്നാണ് ഇപ്പോൾ അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ യാത്രക്കാരോട് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിലൊരു തീരുമാനമാകാതെ, പ്രത്യേകിച്ചും യാത്രാ സൗകര്യവും അല്ലെങ്കിൽ ഈ താമസ സൗകര്യത്തിന് തീരുമാനമാകാതെ വിമാനത്താവളത്തിന് പോകില്ല എന്ന നിലപാടാണ് യാത്രക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ വലിയ പ്രതിഷേധത്തിലേക്ക് പോയിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ യാത്രക്കാരും അതോടൊപ്പം തന്നെ വിമാനത്താവളത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള സംസാരങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതിനുശേഷം എന്താണ് ഇതിൽ തീരുമാനമെന്ന് അവർ അറിയിക്കേണ്ടതുണ്ട്. പക്ഷെ ഇപ്പോഴും ഒരു കൃത്യമായ നിലപാട് അല്ലെങ്കിൽ എന്താണ് ഇതിൽ ഒരു പരിഹാരം എന്ന കാര്യത്തിൽ വിമാന കമ്പനി അധികൃതർ ഒന്നും തന്നെ അവരെ അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധത്തിലേക്ക് അവിടെ കാര്യങ്ങൾ പോകുന്നു. ഏതാണ്ട് ഇപ്പോഴും പ്രതിഷേധം ഉയർത്തുകയാണ് യാത്രക്കാർ. അവിടെ വിമാനത്താവളത്തിൽ തന്നെ തുടരുന്നു. പുതിയ വിമാനം എപ്പോൾ അയക്കാൻ കഴിയുമെന്ന് അധികൃതർ ഇപ്പോഴും വിശദീകരിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകുകയായിരുന്നു ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.